സുത്ത നമ്പർ 84. ഒരിക്കൽ ആയുഷ്മാൻ തിസ്സ എന്ന് പറയുന്ന ടീച്ചിങ്ങിൽ സംശയമുണ്ടായി. സംശയവും അതേപോലെ തന്നെ ഉറക്കവും വരാൻ തുടങ്ങി. അപ്പോൾ ചില ഭിക്ഷുക്കൾ ഈ കാര്യം ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിസ്സനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് തിസ്സയോട് ഇങ്ങനെ പറഞ്ഞു, തിസ്സ, ഏതെങ്കിലും വ്യക്തിക്ക് രൂപത്തോട് രാഗമുണ്ട്, ആഗ്രഹമുണ്ട്, ദാഹമുണ്ട്, തൃഷ്ണയുണ്ട്. അപ്പോൾ ആ രൂപം മാറുന്ന സമയത്ത് അതുമൂലം ആ വ്യക്തിക്ക് ദുഃഖവും അതേപോലെ തന്നെ ദൗർമനസവും ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ബന്ധേ. അതുപോലെ തന്നെ വേദന, സംജ്ഞ, സംഖാര, വിജ്ഞാന, ഇതിനോട് എല്ലാം ആ വ്യക്തിക്ക് രാഗമുണ്ട്, ആസക്തിയുണ്ട്, തൃഷ്ണയുണ്ട്, ദാഹമുണ്ട് എങ്കിൽ അത് മാറുന്ന സമയത്ത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാകില്ലേ? ഉണ്ടാകും ബന്ധേ. ഇനി മറ്റൊരു വ്യക്തിയെ എടുക്കാം. ആ വ്യക്തിക്ക് രൂപത്തോട് ഒട്ടും തന്നെ രാഗമില്ല, ആസക്തിയില്ല, ദാഹമില്ല, അതിനോടുള്ള തൃഷ്ണയില്ല. അപ്പോൾ ആ രൂപം മാറുന്ന സമയത്ത് ആ വ്യക്തിക്ക് ദുഃഖം, പരിദേവം, ദൗർമനസം ഇവ ഉണ്ടാകുമോ? ഇല്ല ബന്ധേ. അതേപോലെ തന്നെ ഏതൊരു വ്യക്തിക്ക് വേദന, സംജ്ഞ, സംഖാര, വിജ്ഞാന ഇവയോട് ഒട്ടും തന്നെ ആഗ്രഹമില്ല, രാഗമില്ല, ദാഹമില്ല, അതിനോട് തൃഷ്ണയില്ല എങ്കിൽ ആ സ്കന്ധങ്ങൾ മാറുന്ന സമയത്ത് ആ വ്യക്തിക്ക് ദുഃഖമുണ്ടാകുമോ? ഇല്ല ബന്ധേ. അതിനാൽ ഈ 5 സ്കന്ധങ്ങളോട് ഒരു കാരണവശാലും രാഗം, ആസക്തി, ദാഹം ഇവ പാടില്ല. സുഹൃത്തുക്കളെ, ഇതിൽ ഞാൻ ഒരുപാട് സൂത്രങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ചില സൂത്രങ്ങളുടെ വിവരണം മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതിനാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സംയുക്ത നികായയുടെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇത് ഇംഗ്ലീഷ് അറിയാത്തവർക്കുള്ള ചെറിയൊരു മലയാള പരിഭാഷ മാത്രമാണിത്. 89. ഖേമക. ഖേമക എന്ന ഭിക്ഷു ഒരിക്കൽ ഗോസിത പാർക്കിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു വലിയ രോഗം പിടിപെട്ടു. അപ്പോൾ മറ്റ് ചില മുതിർന്ന ഭിക്ഷുക്കൾ ആയുഷ്മാൻ ദാസകനെ ഭിക്ഷു ഖേമകൻ്റെ അടുത്ത് അയച്ചു. എന്നിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, സുഹൃത്തേ, ഈ 5 സ്കന്ധങ്ങളുണ്ട്, ഉപാദാന സ്കന്ധങ്ങൾ, അതായത് ഒട്ടുന്ന സ്വഭാവമുള്ള 5 സ്കന്ധങ്ങൾ. രൂപ ഉപാദ സ്കന്ധം, വേദന ഉപാദാന സ്കന്ധം, സംജ്ഞ ഉപാദാന സ്കന്ധം, സംഖാര ഉപാദാന സ്കന്ധം, വിജ്ഞാന ഉപാദാന സ്കന്ധം. ആയുഷ്മാൻ ഖേമകൻ ഈ 5 സ്കന്ധങ്ങളിൽ ഏതിനെയെങ്കിലും ഞാനാണ്, എൻ്റെയാണ് എന്ന് കരുതുന്നുണ്ടോ? അപ്പോൾ ആയുഷ്മാൻ ഖേമകൻ ദാസകനോട് പറഞ്ഞു, ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടും എനിക്ക് ഒട്ടും തന്നെ ആസക്തിയില്ല. അതിനെ ഒരിക്കലും ഞാനാണ്, എൻ്റെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ദാസകൻ ഈ കാര്യം മുതിർന്ന ഭിക്ഷുക്കളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതിർന്ന ഭിക്ഷുക്കൾ പറഞ്ഞു, അഥവാ ഖേമകൻ ഈ 5 സ്കന്ധങ്ങളെയും ഞാനാണ്, എൻ്റെയാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഖേമകൻ അർഹന്തനാണ്. അദ്ദേഹത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ആസവങ്ങളിൽ നിന്ന് മുക്തി പൂർത്തിയായി. അപ്പോൾ ദാസകൻ ഈ കാര്യം ഖേമകനോട് പറഞ്ഞപ്പോൾ ഖേമകൻ പറഞ്ഞു, ഈ കാര്യം എനിക്കറിയാം, 5 സ്കന്ധങ്ങളോടും എനിക്ക് ഒട്ടും തന്നെ ആസക്തിയില്ല. ഞാൻ ഇതിനെ ഒന്നും ഞാനാണ്, എൻ്റെയാണ് എന്ന് കരുതുന്നില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഞാൻ അർഹന്തനല്ല. എന്തെന്നാൽ ഞാൻ എന്ന ബോധം എന്നിൽ നിന്ന് പരിപൂർണമായിട്ടും പോയിട്ടില്ല. അവസാനം ഖേമകൻ ആ മുതിർന്ന ഭിക്ഷുക്കളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ രൂപം എന്ന് പറയുന്ന സമയത്ത് അത് ഞാനാണ് എന്ന് പറയുന്നില്ല. ഈ രൂപത്തിൽ നിന്ന് ഭിന്നമാണ് ഞാനെന്നും പറയുന്നില്ല. അതേപോലെ തന്നെ വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയൊന്നും ഞാനെന്ന് പറയുന്നില്ല. എന്നിൽ നിന്ന് ഭിന്നമാണ് എന്നും പറയുന്നില്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഞാൻ എന്ന ബോധം പരിപൂർണമായിട്ട് എന്നിൽ നിന്ന് പോയിട്ടില്ല. അതായത് ഞാൻ ഇപ്പോഴും അർഹന്തനല്ല. ഇപ്പോഴും ഞാൻ എന്ന ഒരു ആഗ്രഹം, ആ ഒരു അഭിമാനം എന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ 5 ഉപാദാന സ്കന്ധങ്ങളെയും എൻ്റെ എന്ന് വിചാരിക്കുന്നില്ല, ഞാൻ എന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും ഞാൻ എന്ന ബോധം എന്നിൽ നിന്ന് പരിപൂർണമായിട്ടും പോയിട്ടില്ല. അപ്പോൾ ആ ഭിക്ഷുക്കൾ പറഞ്ഞു, ഖേമക, നമ്മൾ ഒരു മുഷിഞ്ഞ തുണി ഒരു അലക്കുകാരന് കൊടുക്കുകയാണെങ്കിൽ അലക്കുകാരൻ അതിനെ പലതരത്തിലുള്ള ശുചിയാക്കുന്ന സാധനങ്ങൾ കൊണ്ട് അതിനെ കഴുകും. അതിൽ ഉണക്ക ചാണകത്തിൻ്റെ ചാരവും അവർ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കഴുകിയെടുക്കുന്ന ആ വസ്ത്രങ്ങൾക്ക്
ചാണകത്തിൻ്റെയും മറ്റും ഗന്ധം ഉണ്ടാകും. ഇങ്ങനെ കഴുകിയെടുത്ത വസ്ത്രങ്ങൾ നമ്മൾ നല്ല സുഗന്ധദ്രവ്യമുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ചാണകത്തിൻ്റെ ഗന്ധവും പിന്നീട് ഇല്ലാതാകും. അതേപോലെ തന്നെ നമ്മൾ ഈ 5 ഉപാദാന സ്കന്ധങ്ങളുടെ ഉൽപ്പാദനം, ഇല്ലാതാകൽ ഇവയിൽ തുടർച്ചയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ന ഈ ഒരു മിഥ്യാബോധം ക്രമേണ ഇല്ലാതാകും. 91. ഒരിക്കൽ ആയുഷ്മാൻ രാഹുലൻ ഭഗവാന്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തെ വന്നിച്ച് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ബന്ദേ, ഞാൻ ഈ ശരീരത്തെ, അതിലുള്ള വിജ്ഞാനത്തെ എങ്ങനെയാണ് ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു ബോധം ഇല്ലാതാക്കുന്നത്? ആനന്ദ, ഏതൊരു തരത്തിലുള്ള രൂപമാണെങ്കിലും ശരി, അത് ഭൂതത്തിലെയാകാം, ഭാവിയിലെയാകാം, വർത്തമാനകാലത്തിലെയാകാം, അകത്തുള്ളതാകാം, പുറത്തുനിന്നുള്ളതാകാം, സ്ഥൂലമാകാം, സൂക്ഷ്മമാകാം, ഉത്തമമാകാം, ഹീനമാകാം, ദൂരത്തുള്ളതാകാം, അടുത്തുള്ളതാകാം. നമ്മൾ എല്ലാ തരത്തിലുള്ള രൂപത്തെ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ കാണുന്നു, ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ ആത്മാവല്ല. അതേപോലെ തന്നെ ഏതൊരു തരത്തിലുള്ള വേദനയാണെങ്കിലും, സഞ്ജയാണെങ്കിലും, വിജ്ഞാനമാണെങ്കിലും, സംസ്കാരമാണെങ്കിലും, അത് ഭൂതത്തിലെ ആണെങ്കിലും, ഭാവിയിലെ ആണെങ്കിലും, വർത്തമാനകാലത്തിലെ ആണെങ്കിലും, ഉള്ളിലുള്ളതാണെങ്കിലും, വെളിയിലുള്ളതാണെങ്കിലും, സ്ഥൂലമാണെങ്കിലും, സൂക്ഷ്മമാണെങ്കിലും, ഹീനമാണെങ്കിലും, ഉത്തമമാണെങ്കിലും, ദൂരത്തുള്ളതായാലും അടുത്തുള്ളതായാലും അതിനെല്ലാം ഈ രീതിയിലുള്ള ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി അറിയുന്നു, ഇത് എൻ്റേതല്ല, ഇത് ഞാനല്ല, ഇതെൻ്റെ ആത്മാവല്ല. ഈ രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് ഞാൻ എന്നുള്ള നമ്മളുടെ ആ ഭാവം ഇല്ലാതാവുന്നു. 93. ഭിക്ഷുക്കളെ, ഒരു വ്യക്തി വളരെ വേഗം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ നദിയിലൂടെ ഒഴുകിപ്പോകുന്ന സമയത്ത് നദിയുടെ ഇരുവശത്തുമുള്ള ചിലപ്പോൾ കുശപ്പുല്ലായിരിക്കാം, അതിൽ ഈ വ്യക്തി പിടിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പുകളായിരിക്കാം, അതിൽ ഈ വ്യക്തി പിടിക്കാൻ ശ്രമിക്കുന്നു. പിടിക്കുന്ന സമയത്തൊക്കെ ആ കുശപ്പുല്ല് പിഴുതു വരുന്നു, ആ കൊമ്പ് ഒടിഞ്ഞു പോകുന്നു. അത് കാരണം ഈ വ്യക്തി ആ പുഴയിൽ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുമൂലം ഈ വ്യക്തിക്ക് അപകടം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഭിക്ഷു, ഒരു ജ്ഞാനമില്ലാത്ത ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തി രൂപത്തെ ഞാനാണ്, എൻ്റെയാണ്, എൻ്റെ ആത്മാവാണ് എന്ന് വിചാരിക്കുന്നു. ആ രൂപം പക്ഷേ മാറുന്ന സമയത്ത് ആ വ്യക്തി അപകടത്തിൽപ്പെടുന്നു, അല്ലെങ്കിൽ ദുഃഖിതനാവുന്നു. അതേപോലെ തന്നെ വേദന, സഞ്ജ, സംസ്കാരം, വിജ്ഞാനം ഇവയെല്ലാം ആ വ്യക്തി തൻ്റേതാണ്, താനാണ് എന്ന് കരുതുന്നു. പക്ഷേ അതെല്ലാം മാറുന്ന സമയത്ത് ആ വ്യക്തി അപകടത്തിൽപ്പെടുന്നു. കാരണം ഈ 5 സ്കന്ധങ്ങളിലും നിത്യമല്ല, അതെല്ലാം മാറുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ ഏതിനെ പിടിച്ച് ഞാൻ എൻ്റെ എന്ന് പറയുന്ന സമയത്തും അത് മാറുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര ദുഃഖമുണ്ടാവും. ഭിക്ഷുക്കളെ, ഈ രൂപം ഇത് നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ അത് സുഖമാണോ ദുഃഖമാണോ? ദുഃഖമാണ് ബന്ധേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ അതിനെ ഞാൻ എൻ്റെ എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. അതേപോലെ തന്നെ വേദന, സഞ്ജ, സംസ്കാരം, വിജ്ഞാനം ഇതിനെല്ലാം ഇതേപോലെ തന്നെ കാണണം. ഇതൊന്നും ഞാനല്ല, എൻ്റെയല്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അർഹന്തനായിട്ട് തീരുന്നു. 94. ഭിക്ഷുക്കളെ, ഞാൻ ഒരു കാരണവശാലും ഈ ലോകത്തോട് വാദിക്കാൻ പോകുന്നില്ല. എന്നാൽ ഈ ലോകമാണ് എന്നോട് വാദിക്കുന്നത്. ശരിയായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി ലോകത്തിൽ ഒരാളുമായിട്ടും കലഹിക്കാൻ പോകുന്നില്ല. എന്തെന്നാൽ ബുദ്ധിമാന്മാർ യാതൊന്ന് ഇല്ല എന്ന് പറയുന്നുവോ, ഞാനും അത് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ബുദ്ധിമാന്മാർ ഈ ലോകത്ത് എന്തൊന്ന് ഉണ്ട് എന്ന് പറയുന്നുവോ, ഞാനും അതിനെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ ലോകത്തുള്ള ബുദ്ധിമാന്മാർ ഏതൊന്നാണ് ഇല്ല എന്ന് പറയുന്നത്, ഞാനും അത് ഇല്ല എന്ന് പറയുന്നു. ഭിക്ഷുക്കളെ, ഈ രൂപം അത് നിത്യമാണ്, നിലനിൽക്കുന്നതാണ്, എന്നെന്നും നിൽക്കുന്നതാണ്, ഒരിക്കലും ഇത് മാറില്ല എന്ന് പറയുന്ന ഒരു രൂപവും ഈ ലോകത്ത് ഇല്ല എന്ന് ബുദ്ധിമാന്മാർ പറയുന്നു. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ബുദ്ധിമാന്മാർ പറയുന്നു, വേദന, സഞ്ജ, സംഖാരം, വിജ്ഞാനം ഇവയൊന്നും നിത്യമല്ല, എന്നൊന്നും നിലനിൽക്കുന്നതല്ല, ഇത് മാറുന്നതാണ് എന്ന് എല്ലാവരും പറയുന്നു. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഭിക്ഷുക്കളെ, വിവേകമുള്ള ആൾക്കാർ ഈ ലോകത്ത് എന്തൊന്ന് ഉണ്ട് എന്ന് പറയുന്നുവോ, ഞാനും അത് ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് അവർ പറയുന്നത്? രൂപം എന്നത് അനിത്യമാണ്, ദുഃഖമാണ്, മാറുന്നതാണ്. ഇതാണ് ലോകത്തിൽ ബുദ്ധിമാന്മാർ പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. വേദന, സഞ്ജ, സംസ്കാരം, വിജ്ഞാനം ഇതൊന്നും നിത്യമല്ല, ദുഃഖമാണ്,
മാറുന്നതാണ് എന്ന് ബുദ്ധിമാന്മാർ പറയുന്നു. ഞാനും അതുതന്നെയാണ് പറയുന്നത്. 95. ഈ 5 സ്കന്ധങ്ങളും എത്രമാത്രം അനിത്യമാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇതിൽ പറയുന്നത്. ഒരിക്കൽ ഭഗവാൻ അയോധ്യയിൽ ഗംഗയ്ക്ക് സമീപം താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, ഈ ഗംഗയിൽ ഒരു വലിയ പത പോലുള്ള വലിയൊരു കുമിള, അതായത് സോപ്പ് പത പോലുള്ള വലിയൊരു കുമിള ഈ ഗംഗയിലൂടെ ഒഴുകിപ്പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി അതിനെ ശ്രദ്ധാപൂർവം അതിനെ നിരീക്ഷിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു ഇത് പൊള്ളയാണ്, ഇതിൽ യാതൊരുവിധ സാരവുമില്ല. അതുപോലെ തന്നെ ഒരു ഭിക്ഷു ഏതൊരു തരത്തിലുള്ള രൂപമാണെങ്കിലും ശരി, അത് ഭൂതത്തിലെ, ഭാവിയിലെ, വർത്തമാനകാലത്തിലെ, അകത്തുള്ളത്, പുറത്തുള്ളത്, അല്ലെങ്കിൽ സ്ഥൂലം, സൂക്ഷ്മം, ഹീനം, ഉത്തമം, ദൂരെ, സമീപത്തുള്ള എല്ലാ തരത്തിലുള്ള രൂപത്തെയും ഒരു ഭിക്ഷു പരിശോധിക്കുന്നു, അതിനെ പരിപൂർണമായിട്ട് നിരീക്ഷിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആ രൂപം പൊള്ളയാണ്, അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഭിക്ഷുക്കളെ, മഴക്കാലത്ത് മഴത്തുള്ളികൾ വെള്ളത്തിൽ വീഴുന്ന സമയത്ത്, ഓരോ സമയത്തും മഴത്തുള്ളി വീഴുന്ന സമയത്ത് ഒരു കുമിള രൂപപ്പെടുന്നു, അത് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ശരിയായിട്ടുള്ള പ്രജ്ഞയുള്ളൊരു വ്യക്തി ആ കുമിളകളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ ഒരു തരം സാരവുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ഏതൊരു തരത്തിലുള്ള വേദനയുണ്ടോ അല്ലെങ്കിൽ സംവേദനയുണ്ടോ, അത് ഭൂതത്തിലെ ആയിക്കോട്ടെ, വർത്തമാനകാലത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭാവിയിലെ ആയിക്കോട്ടെ, ഉള്ളിലുള്ളതാകട്ടെ പുറത്താകട്ടെ, സ്ഥൂലമാകട്ടെ സൂക്ഷ്മമാകട്ടെ, ഹീനമാകട്ടെ ഉത്തമമാകട്ടെ, ദൂരെയുള്ളതാകട്ടെ സമീപത്തുള്ളതാകട്ടെ, ഒരു ഭിക്ഷു അതിനെ പരിശോധിക്കുന്നു, അതിനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. അപ്പോൾ അത് പൊള്ളയാണ്, അതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഭിക്ഷുക്കളെ, നല്ല വേനൽക്കാലത്ത് ഉച്ച സമയത്ത് ഒരു മരീചിക രൂപപ്പെടുന്നു. അപ്പോൾ ഒരു കണ്ണുള്ള ഒരു വ്യക്തി ആ മരീചികയെ ശ്രദ്ധാപൂർവം നോക്കുന്നു, അതിനെ നിരീക്ഷിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു ആ മരീചിക പൊള്ളയാണ്, അതിൽ സത്യമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു സഞ്ജ, നമ്മുടെ ഉള്ളിലുള്ള സഞ്ജ, അത് ബോധത്തിലെ ആകട്ടെ, വർത്തമാനകാലത്തെ ആകട്ടെ, ഭാവിയിലെ ആകട്ടെ, അത് സ്ഥൂലമാകട്ടെ സൂക്ഷ്മമാകട്ടെ, അത് ഹീനമാകട്ടെ ഉത്തമമാകട്ടെ, ദൂരെയുള്ളതാകട്ടെ അടുത്തുള്ളതാകട്ടെ, ആ സഞ്ജയെ ആ വ്യക്തി പരിശോധിക്കുന്നു, അതിനെ പരിപൂർണമായിട്ടും നിരീക്ഷിക്കുന്നു. അപ്പോൾ അത് പൊള്ളയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, അതിൽ സാരമില്ല എന്ന് മനസ്സിലാകുന്നു. ഭിക്ഷുക്കളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കാതലുള്ള ഒരു വൃക്ഷത്തെ ആവശ്യമുണ്ട്. ആ വ്യക്തി കാതലുള്ള വൃക്ഷത്തിനെ തേടി ഒരു കാട്ടിൽ പ്രവേശിക്കുന്നു. ആ സമയത്ത് ഒരു വലിയ വാഴയെ ആ വ്യക്തി കാണുന്നു. ആ വാഴയിൽ ഫലമുണ്ടായിട്ടില്ല. അപ്പോൾ ആ വാഴയെ ആ വ്യക്തി വെട്ടിയതിന് ശേഷം അതിനെ ഓരോ പാളികളായിട്ട് അടർത്തി പരിശോധിക്കുന്നു. എന്നിട്ട് അതിന് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു ഇതിൽ കാതൽ ഒന്നും തന്നെ ഇല്ല, ഇത് പൊള്ളയാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഒരു വ്യക്തി തൻ്റെ സംഖാരകളെ, അത് ഭൂതത്തിലെയും ഭാവിയിലെയും വർത്തമാനകാലത്തിലെയും, ഉള്ളിലുള്ളതും പുറത്തുള്ളതും, ദൂരെയുള്ളതും സമീപത്തുള്ളതും, ഹീനവും ഉത്തമവും, അങ്ങനെ എല്ലാ സംഖാരത്തെയും ആ വ്യക്തി പരിശോധിക്കുന്നു, നിരീക്ഷിക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് അത് പൊള്ളയാണ്, അതിൽ സാരമില്ല എന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഭിക്ഷുക്കളെ, ഒരു മജീഷ്യൻ അല്ലെങ്കിൽ ഒരു മജീഷ്യൻ്റെ സഹായി, ആ വ്യക്തി ഒരു നാൽക്കവലയിൽ നിന്ന് പലതരത്തിലുള്ള മാജിക്കുകൾ കാണിക്കുന്നു. അപ്പോൾ കണ്ണുള്ള ഒരു വ്യക്തി ആ മാജിക്കുകളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു, അതിനെ അപഗ്രഥിക്കുന്നു. അപ്പോൾ ആ മാജിക്കുകൾ എല്ലാം തന്നെ പൊള്ളയാണ്, അത് വെറും ഒരു ഭ്രമം മാത്രമാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ തരത്തിലുള്ള വിജ്ഞാനമാണെങ്കിലും, അത് ഭൂതത്തിലാണെങ്കിലും ഭാവിയിലെ ആണെങ്കിലും വർത്തമാനകാലത്തെ ആണെങ്കിലും, സ്ഥൂലമാണെങ്കിലും സൂക്ഷ്മമാണെങ്കിലും, അകത്തുള്ളതാണെങ്കിലും പുറത്തുള്ളതാണെങ്കിലും, ഹീനമാണെങ്കിലും ഉത്തമ ആണെങ്കിലും, ദൂരെയുള്ളതാണെങ്കിലും സമീപത്തുള്ളതാണെങ്കിലും, എല്ലാറ്റിനെയും ആ വ്യക്തി നിരീക്ഷിക്കുന്ന സമയത്ത് അത് പൊള്ളയാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഭിക്ഷുക്കളെ ഒരു ആര്യശ്രാവകന് ഈ 5 സ്കന്ധങ്ങളോടും രാഗം ഇല്ലായ്മ ഉണ്ടാകുന്നു. അപ്പോൾ ആ വ്യക്തി മുക്തനാകുന്നു,
അതായത് ഇങ്ങനെ 5 സ്കന്ധങ്ങളെയും അപഗ്രഥിച്ച് ഇത് പൊള്ളയാണ്, ഇതിൽ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി അർഹന്തനായി. 96. ഒരു ഭിക്ഷു ഭഗവാനോട് ചോദിച്ചു, ബന്ദേ, ഏതെങ്കിലും ഒരു രൂപം ഈ ലോകത്തുണ്ടോ? നിത്യവും ശാശ്വതവും ഒരിക്കലും മാറാത്തതുമായിട്ടുള്ള ഏതെങ്കിലും രൂപം ഈ ബ്രഹ്മാണ്ടത്ത് ഉണ്ടോ? അതേപോലെ തന്നെ ഒരിക്കലും മാറാത്തതായിട്ടുള്ള ഏതെങ്കിലും വേദന, സഞ്ജ, സംഖാരം, വിജ്ഞാനം ഇവ ഈ ലോകത്ത് ഉണ്ടോ? ഭഗവാൻ പറഞ്ഞു, ഈ ലോകത്ത് അത്തരം ഒരു രൂപവുമില്ല. ഒന്നും തന്നെ നിത്യമല്ല, ശാശ്വതമല്ല, മാറുന്നതല്ല. അതേപോലെ തന്നെ മാറാത്ത നിത്യമായിട്ടുള്ള ശാശ്വതം ആയിട്ടുള്ള ഒരു വേദനയും സഞ്ജയും സംസ്കാരവും വിജ്ഞാനവും ഈ ലോകത്തില്ല. അതായത് ഏതെല്ലാം ജീവികളുണ്ടോ എല്ലാം മാറുന്നതാണ്. അതേപോലെ തന്നെ ഈ 5 സ്കന്ധങ്ങളും നിത്യമായിട്ടുള്ള ഒരു 5 സ്കന്ധം ഈ ലോകത്ത് ഒരു ജീവിയിലുമില്ല എന്നാണ് പറയുന്നത്. 100. ഭിക്ഷുക്കളെ, ഈ ലോകം തുടങ്ങുന്നതിനുള്ള ആദ്യത്തെ ഒരു കാരണം അത് ഒരിക്കലും നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. ഈ ലോകത്തുള്ള ജീവികൾ മുഴുവൻ അവിദ്യ മൂലം, തൃഷ്ണ മൂലമാണ് ഈ ലോകത്ത് ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഭിക്ഷുക്കളെ, ഒരു നായയെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു മരത്തോട് നമ്മൾ കെട്ടിയിടുകയാണ്. അപ്പോൾ ആ നായ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും എല്ലാം ആ മരത്തോട് ചേർന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഭിക്ഷുക്കളെ, ഒരു ജ്ഞാനമില്ലാത്ത ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തി രൂപത്തെ, വേദനയെ, സഞ്ജയെ, സംസ്കാരത്തെ, വിജ്ഞാനത്തെ എല്ലാം ഇത് ഞാനാണ്, എൻ്റെ ആത്മാവാണ് എന്ന് കരുതുന്നു. അതിനാൽ ആ വ്യക്തി എല്ലാ സമയത്തും ഈ 5 സ്കന്ധങ്ങളിൽ തന്നെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇരിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും കിടക്കുന്ന സമയത്തും ആ വ്യക്തി 5 സ്കന്ധങ്ങളോട് ഒട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. 101. ഭിക്ഷുക്കളെ, ആസവങ്ങളുടെ ക്ഷയം ഏതൊരു വ്യക്തി അറിയുന്നോ കാണുന്നോ ആ വ്യക്തിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അറിയാത്തതായിട്ടുള്ള, കാണാത്തതായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ആസവക്ഷയം ഉണ്ടാകില്ല. എന്തിനെയാണ് അറിയേണ്ടത്? എന്തിനെയാണ് കാണേണ്ടത്? ഭിക്ഷുക്കളെ, നമ്മൾ അറിയേണ്ടത് ഇതാണ് രൂപം, ഇതാണ് രൂപത്തിൻ്റെ ഉൽപ്പത്തി, ഇതാണ് രൂപത്തിൻ്റെ വിനാശം, ഇതാണ് വേദന, സഞ്ജ, സംസ്കാരം, വിജ്ഞാനം, ഇവയാണ് ഇതിൻ്റെ ഉൽപ്പത്തി, ഇവയാണ് ഇതിൻ്റെ നാശം എന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ വ്യക്തിയുടെ ആസവങ്ങൾ ക്ഷയിച്ച് അർഹന്തനാകുകയുള്ളൂ. പക്ഷേ ഇതൊന്നും അറിയാത്തതും കാണാത്തതുമായിട്ടുള്ള വ്യക്തിക്ക് ആസവത്തിൽ നിന്ന് വിമുക്തനാകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ആ വ്യക്തിക്ക് അതിന് കഴിയില്ല. കാരണം എന്താണ്? ആ വ്യക്തി ഇത് കണ്ടിട്ടില്ല. ആ വ്യക്തി 37 ബോധിപക്ഷിയ ധമ്മം ഭാവന ചെയ്തിട്ടില്ല. പക്ഷേ ആ വ്യക്തി അതിനെ ഭാവന ചെയ്യുകയാണ്, കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മുക്തനാകുക തന്നെ ചെയ്യും. ഉദാഹരണമായിട്ട് ഒരു കോഴി 10-12 മുട്ടകളുടെ മേൽ അടയിരിക്കുകയാണ്. അത് ശരിയായിട്ട് അടയിരുന്നു കഴിഞ്ഞാൽ ആ കോഴി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ മുട്ടകൾ വിരിയുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഈ കാര്യം ഭാവന ചെയ്യുകയാണ്, അറിയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആസവക്ഷയം ഉണ്ടാകുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല. 102. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അനിച്ഛാസഞ്ജ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളെ, ആസക്തിയെ ഇല്ലാതാക്കുന്നു. നിലനിൽപ്പിനുള്ള ആസക്തിയെ ഇല്ലാതാക്കുന്നു. അവിദ്യയെ ഇല്ലാതാക്കുന്നു. ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭിക്ഷുക്കളെ, കുറേ മാങ്ങകൾ ഒരു കുലയിൽ നിൽക്കുകയാണ്. ആ കുല വെട്ടിക്ക് കഴിഞ്ഞാൽ ആ എല്ലാ മാങ്ങകളും താഴെ വീഴുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ അനിച്ഛ സഞ്ജ നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അത് എല്ലാ തരത്തിലുള്ള ആസവങ്ങളെ ഇല്ലാതാക്കുന്നു. ഭിക്ഷുക്കളെ, ഒരു വീട്ടിൻ്റെ പുരയിൽ എല്ലാ മരങ്ങളും കഴുക്കോലിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആ കഴുക്കോലിനെ നഷ്ടമാക്കി കഴിഞ്ഞാൽ എല്ലാ മരക്കഷ്ണങ്ങളും ഇളകിപ്പോകും. ഇനി എങ്ങനെയാണ് ഈ അനിച്ഛാസഞ്ജയെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത്? ഇതാണ് രൂപം. രൂപത്തിൻ്റെ ഉൽപ്പത്തി ഇങ്ങനെയാണ് രൂപം ഇല്ലാതാകുന്നത്. ഇപ്രകാരമാണ് വേദന, സഞ്ജ, സംസ്കാരം, വിജ്ഞാനം. ഇതാണ് ഇവയുടെ ഉൽപ്പത്തി, ഇതാണ് ഇവയുടെ നിരോധാനം. ഈ രീതിയിൽ അനിച്ഛാസഞ്ജ നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എല്ലാ കാമാസക്തിയെയും, ഭവാസവത്തെയും, അവിദ്യാസവത്തെയും, ഞാൻ എന്ന അഭിമാനത്തെയും ഇല്ലാതാക്കും. 103.
ഭിക്ഷുക്കളെ, ഈ 4 തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. എന്താണ് ഈ 4 തരത്തിലുള്ള ഭാഗങ്ങൾ? സക്കായ ദിട്ടി, സക്കായ ദിട്ടിയുടെ തുടക്കം, സക്കായ ദിട്ടിയുടെ നിരോധനം, സക്കായ ദിട്ടിയുടെ നിരോധനത്തിലുള്ള മാർഗം. എന്താണ് ഈ സക്കായ ദിട്ടി? ഈ 5 സ്കന്ധങ്ങളോടുള്ള ഉപാദാനം അല്ലെങ്കിൽ ആസക്തി, അതാണ് സക്കായ ദിട്ടി. രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയോടുള്ള ഒട്ടിപ്പിടുത്തം, അതിനെയാണ് ഉപാദാനം എന്ന് പറയുന്നത്. ഇതാണ് സക്കായ ദിട്ടി. ഈ സക്കായ ദിട്ടിയുടെ ഉദയം എങ്ങനെ ആണ് ഉണ്ടാകുന്നത്? അതാണ് ഏതം തണഹ പൂനഭവിക നന്ദീരാഗ സഹഗത തത്ര തത്രാഭിനന്ദിനി. അതിൻ്റെ കാരണം ഈ തൃഷ്ണ തന്നെയാണ്. നന്ദീരാഗം, അതായത് ആഗ്രഹവും ആസക്തിയും ചേർന്നത്, ഓരോ സമയത്തും അഭിനന്ദിക്കുന്നത്, അതാണ് ഈ സക്കായ ദിട്ടിയുടെ തുടക്കം. എന്താണ് ഈ സക്കായ ദിട്ടിയുടെ നിരോധം എന്ന് പറയുന്നത്? തസ്സായേവ തണഹായ നിരോധോ ഛാഗോ പടിനിസഗ്ഗോ മുക്തി അനാലയം. ആ തൃഷ്ണയുടെ പരിപൂർണമായിട്ടുള്ള നിരോധനം, ത്യാഗം, അതിനെ നീക്കം ചെയ്യൽ, അതിനോടുള്ള ഒട്ടിപ്പിടുത്തം, ഇല്ലായ്മ, ഇത് തന്നെയാണ് സക്കായ ദിട്ടിയുടെ നിരോധനത്തിനുള്ള കാര്യം. ഭിക്ഷു, എന്താണ് സക്കായ ദിട്ടിയുടെ നിരോധനത്തിനുള്ള മാർഗം? അത് ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെ ആണ്. 104. ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് ദുഃഖം, ദുഃഖത്തിൻ്റെ ഉൽപ്പത്തി, ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗം എന്നിവ പറഞ്ഞുതരാം. ഭിക്ഷുക്കളെ, എന്താണ് ദുഃഖം? ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ, അതുതന്നെയാണ് ദുഃഖം. ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? അത് ഈ തൃഷ്ണയാണ്. അതുമൂലമാണ് ഭാവിയിലുള്ള എല്ലാ ദുഃഖവും ഉണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, എന്താണ് ഈ ദുഃഖത്തിൻ്റെ നിരോധനം? ആ തൃഷ്ണയുടെ പരിപൂർണമായിട്ടുള്ള ഇല്ലാതാക്കൽ, അതിനെ നീക്കം ചെയ്യൽ, അതിൽ നിന്ന് മുക്തി, അതിൽ നിന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കൽ, ഇതാണ് ആ ദുഃഖത്തിൻ്റെ നിരോധനം. എന്താണ് ആ ദുഃഖ നിരോധനത്തിലുള്ള മാർഗം? അത് ഈ ആര്യ അഷ്ടാംഗിക മാർഗം തന്നെയാണ്. സമ്മാദിട്ടി, സമ്മാ സങ്കൽപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തു, സമ്മാ ആജീമോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. ഭിക്ഷുക്കളെ, ഈ കാര്യങ്ങളെ നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. ഈ 5 സ്കന്ധങ്ങൾ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം, ഇവയെ നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. പരിപൂർണമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാഗം നഷ്ടമാക്കൽ, ദ്വേഷം നഷ്ടമാക്കൽ, മോഹം നഷ്ടമാക്കൽ, ഇത് തന്നെയാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അറിവ്. ഭിക്ഷു, ആരാണ് ഇതിങ്ങനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്? ഭിക്ഷുക്കളെ, ഒരു അർഹന്തൻ, ഈ കുലത്തിൽ ജനിച്ച ഈ പേരുള്ള അർഹന്തൻ, ആ വ്യക്തിയാണ് ഈ 5 സ്കന്ധങ്ങളെയും പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. 107. ഭിക്ഷുക്കളെ, ഈ 5 ഉപാദാന സ്കന്ധങ്ങളുണ്ട്. ഭിക്ഷുക്കളെ, ഏതൊരു ശ്രമണ ബ്രാഹ്മണൻ ഈ 5 ഉപാദാന സ്കന്ധങ്ങളുടെ ആസ്വാദനം, അപകടം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ ശ്രമണ ബ്രാഹ്മണന്മാരെ ഞാൻ ശ്രമണ ബ്രാഹ്മണന്മാരായിട്ട് കണക്കാക്കുന്നതേയില്ല. 108. ഭിക്ഷുക്കളെ, 5 ഉപാദാന സ്കന്ധങ്ങളുണ്ട്. രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം. ഏതൊരു ശ്രമണ ബ്രാഹ്മണൻ ഇവയെ അതിൻ്റെ തുടക്കം, ഒടുക്കം, അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ഭയം, അതിൽ നിന്നുള്ള നിസ്സരണം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് അറിയുന്നില്ലയോ, ആ വ്യക്തിയെ ഒരിക്കലും ഞാൻ ശ്രമണ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നില്ല. എന്നാൽ ഇതിനെല്ലാം അറിയുന്ന വ്യക്തിയെയാണ് ഞാൻ ശ്രമണ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. 109. ആരാണ് ഒരു ശ്രോതാപണ്ണൻ എന്ന് ഭഗവാൻ ബുദ്ധൻ ഈ സൂത്രത്തിൽ വിവരിക്കുന്നു. ഭിക്ഷുക്കളെ, 5 ഉപാദാന സ്കന്ധങ്ങൾ ഉണ്ട്. രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം. ഏതൊരു ആര്യശ്രാവകൻ ഇതിൻ്റെ ഉദയം, അസ്തമയം, ആസ്വാദനം, അപകടം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം എന്ന് അറിയുന്നുവോ, ആ വ്യക്തിയാണ് ഒരു ശ്രോതാപന്നൻ. ആ വ്യക്തി ഒരിക്കലും അധോലോകത്ത് പോവുകയില്ല. തീർച്ചയായും ആ വ്യക്തി അർഹന്തനാകുക തന്നെ ചെയ്യും. ഇനി അർഹന്തൻ ആരാണ് എന്ന് പറയുന്നുണ്ട്. ഭിക്ഷുക്കളെ, ഏതൊരു ഭിക്ഷു ഈ 5 സ്കന്ധങ്ങളുടെ ഉദയം, അസ്തമയം, ആസ്വാദനം, അപകടം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് മനസ്സിലാക്കി ഈ 5 സ്കന്ധങ്ങളിൽ നിന്നും ഉപാദാനമില്ലാതെ പുറത്തു വരുന്നുവോ, ആ വ്യക്തിയാണ് ഒരു അർഹന്തൻ. ആ വ്യക്തിയുടെ ആസവങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞു. ആ വ്യക്തി തൻ്റെ ഭാരം മുഴുവൻ
ഇറക്കിക്കളഞ്ഞു. ആ വ്യക്തി തൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ആ വ്യക്തി അന്തിമ സത്യം സാക്ഷാത്കരിച്ച് അർഹന്തനായി. അതായത് നമ്മൾക്ക് അർഹന്തനാകണമെങ്കിൽ ഈ 5 സ്കന്ധങ്ങളോടുള്ള ആസക്തി നമ്മൾ ഇല്ലാതാക്കണം. ഭിക്ഷുക്കളെ, ഏതൊരു തരത്തിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഈ രൂപത്തോട് ഉണ്ടോ, അതിൻ്റെ ആസക്തിയുണ്ടോ, രാഗമുണ്ടോ, അതിനെ ഉപേക്ഷിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ രൂപം പരിപൂർണമായിട്ട് നിരോധമാകും, അത് ഇല്ലാതാകും. ഭാവിയിൽ ഒരിക്കലും അത് ഉണ്ടാകില്ല. അതുപോലെ തന്നെ നിങ്ങൾ വേദന, സംജ്ഞ, സംസ്കാര, വിജ്ഞാനം ഇവയോടുള്ള ആഗ്രഹം, രാഗം, തൃഷ്ണ ഇവയെ നിങ്ങൾ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾ 5 സ്കന്ധങ്ങളെയും ഉപേക്ഷിക്കും. അത് ഭാവിയിൽ ഒരിക്കലും ഉണരുന്നതല്ല. ഭിക്ഷുക്കളെ, നിങ്ങൾക്ക് ഈ 5 സ്കന്ധങ്ങളോട് ഏതെല്ലാം രാഗമുണ്ടോ, ആസക്തിയുണ്ടോ, തൃഷ്ണയുണ്ടോ, അതിനോട് ഒട്ടിപ്പിടിക്കലുണ്ടോ, അത് നിങ്ങൾ വിടുക. അങ്ങനെ അത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മുക്തനാകും. അതേപോലെ തന്നെ വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവകളോടുള്ള എല്ലാ രാഗവും ആസക്തിയും നിങ്ങൾ ഉപേക്ഷിക്കണം. 113. ബന്ധേ, എന്താണ് ഈ അവിദ്യ എന്ന് പറയുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, അജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി രൂപത്തിൻ്റെ ഉദയം, അസ്തമയം, എങ്ങനെ അത് ഇല്ലാതാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ല. അതേപോലെ തന്നെ വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയുടെ ഉൽപ്പത്തി, നിരോധനം, അതിൻ്റെ നിരോധനത്തിലുള്ള മാർഗം ഇത് അറിയുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ ആണ് അവിദ്യ എന്ന് പറയുന്നത്. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. അതായത് 4 ആര്യസത്യത്തെ മനസ്സിലാക്കാതിരിക്കുക, അത് തന്നെയാണ് അവിദ്യ. ഇനി അടുത്ത സൂത്രം 114. ഭിക്ഷുക്കൾ ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു, ബന്ധേ, സത്യമായിട്ടുള്ള അറിവ് എന്ന് നമ്മൾ പറയുന്നു. എന്താണ് ഈ സത്യമായിട്ടുള്ള അറിവ്? ഭിക്ഷുക്കളെ, ജ്ഞാനിയായിട്ടുള്ള ഒരു ആര്യ ശ്രാവകൻ, ആ ഭിക്ഷു ഇങ്ങനെ അറിയുന്നു: രൂപം, അതിൻ്റെ ഉൽപ്പത്തി, നിരോധനത്തിലുള്ള മാർഗം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇതിൻ്റെ ഉൽപ്പത്തി, നിരോധനത്തിലുള്ള മാർഗം ആ വ്യക്തി വളരെ ഭംഗിയായിട്ട് അറിയുന്നു. ഇതിനെയാണ് സത്യജ്ഞാനം എന്ന് പറയുന്നത്. 113. ഭിക്ഷുക്കൾ ഭഗവാനോട് ചോദിച്ചു, ബന്ധേ, ധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്നവൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ആരാണ് ധർമ്മത്തെപ്പറ്റി സംസാരിക്കുന്ന വ്യക്തി? ഭിക്ഷുക്കളെ, ഏതൊരു ഭിക്ഷു ധമ്മത്തെ പറ്റി പഠിപ്പിക്കുന്നുവോ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയോടുള്ള രാഗമില്ലായ്മയ്ക്ക് പഠിപ്പിക്കുന്നുണ്ടോ, രാഗത്തെ ഇല്ലാതാക്കാനായി നിരോധത്തിനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ, ആ വ്യക്തിയാണ് ധർമ്മത്തെപ്പറ്റി പഠിപ്പിക്കുന്ന വ്യക്തി. 117. ബന്ധനം എന്നാൽ എന്ത്? ഭിക്ഷുക്കളെ, അജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി രൂപത്തെ തൻ്റേതാണ് എന്ന് കരുതുന്നു, താൻ രൂപത്തിലാണ് എന്ന് കരുതുന്നു, രൂപം തന്നിലാണ് എന്ന് കരുതുന്നു. ആ വ്യക്തിയാണ് രൂപം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ വ്യക്തിയാണ് മുക്തി കാണാതെ മരിക്കുന്നത്. ആ വ്യക്തിയാണ് ഒരു ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആ വ്യക്തി വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയെല്ലാം തൻ്റേതാണ്, തന്നിലാണ്, താനാണ് അതിൽ ഉള്ളത് എന്നെല്ലാം കരുതുന്നു. ആ വ്യക്തി ആണ് ബന്ധനത്തിലുള്ളത്. ആ വ്യക്തിക്ക് ഒരിക്കലും മുക്തി കിട്ടില്ല. 118. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ രൂപം ഇത് എന്നിലാണ്, ഇത് എൻ്റെയാണ്, ഇത് എൻ്റെ ആത്മാവാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല ബന്ധേ. അതിനാൽ ഭിക്ഷുക്കളെ, ഈ രൂപത്തെ നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ, ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ കാണണം: ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ ആത്മാവല്ല. അതേപോലെ തന്നെ ഭിക്ഷുക്കളെ, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയെല്ലാം നിങ്ങൾ ശരിയായിട്ടുള്ള പ്രജ്ഞയോടുകൂടി ഇങ്ങനെ കാണണം: ഇത് എൻ്റെയല്ല, ഇത് ഞാനല്ല, ഇത് എൻ്റെ ആത്മാവല്ല. 120. ഭിക്ഷുക്കളെ, ഞാൻ നിങ്ങൾക്ക് സംയോജന ധമ്മം തുടങ്ങിയവയെ പഠിപ്പിക്കാം. സംയോജനം എന്ന് പറയുമ്പോൾ ബന്ധനം, ഏതൊന്ന് നമ്മൾ ബന്ധിപ്പിക്കുന്നു അതിനെപ്പറ്റി പറയാം എന്നാണ് പഠിപ്പിക്കുന്നത്. ഭിക്ഷുക്കളെ, രൂപമാണ് ബന്ധനം, രൂപത്തിനോടുള്ള ചന്തരാഗമാണ് ബന്ധനം. വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയാണ് ബന്ധനം, ഇവയോടുള്ള ചന്തരാഗമാണ് ബന്ധനം. 122. ഒരിക്കൽ ആയുഷ്മാൻ മഹാസാരിപുത്തൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു: ബന്ധേ, ശീലവാനായിട്ടുള്ള ഭിക്ഷു ഏതിനെയാണ് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടത്? അപ്പോൾ സാരിപുത്തൻ ആയുഷ്മാൻ മഹാകോഠിതനോട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ,
ശീലമായിട്ടുള്ള ഒരു ഭിക്ഷു ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ ഈ രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. അത് അനിത്യമാണ്, ദുഃഖമാണ്, രോഗമാണ്, ഒരു മുഴയാണ്, ഒരു അമ്പാണ്, ഒരു ദുരിതമാണ്, ഒരു ബന്ധനമാണ്, തൻ്റേതല്ല, ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതാണ്, ഇത് ശൂന്യമാണ്, ഇത് അനാത്മകമാണ് എന്ന് ഒരു ഭിക്ഷു അറിയണം. അതായത് ഈ 5 സ്കന്ധങ്ങളെയും ഇതേ രീതിയിൽ തന്നെയാണ് അറിയേണ്ടത്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പല ആൾക്കാരും സംവേദനയെ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്, ഭംഗമുണ്ടാകാൻ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ആ വേദനയാവട്ടെ അത് അനിത്യമാണ്, ദുഃഖമാണ്, ഒരു മുഴയാണ്, ഒരു അമ്പാണ്, ഒരു കഷ്ടമാണ്, അത് ഒരു ബന്ധനമാണ്, അത് നമ്മുടേതല്ല, അത് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ശൂന്യമാണ്, അത് അനാത്മകമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ 5 സ്കന്ധങ്ങളെയും ഇതേ വാരിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആസ്വദിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇനി ഒരു ശ്രോതാപന്നൻ, സഗ്ദാഗാമി, അനാഗാമി, അർഹന്തൻ എന്നുള്ളവർ എല്ലാവരും തന്നെ ഏത് രീതിയിലാണ് ഈ 5 സ്കന്ധങ്ങളെ നിരീക്ഷിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ശ്രോതാപന്നൻ മുതൽ സഗ്ദാഗാമിയുള്ളവർ വരെയും അതേപോലെ തന്നെ സാധാരണ വ്യക്തികളും ഈ 5 ഉപാദാന സ്കന്ധങ്ങളെ ഈ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. ഇത് രോഗമാണ്, ഇതൊരു മുഴയാണ്, ഇതൊരു അമ്പാണ്, ഇതൊരു ബന്ധനമാണ് എന്നാണ് നമ്മൾ എല്ലാവരും തന്നെ കാണേണ്ടത്. ഒരു അർഹന്തനാണെങ്കിലും ഈ രീതിയിലാണ് കാണേണ്ടത്. 126. ഒരിക്കൽ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു, ബന്ദേ, അവിദ്യ അവിദ്യ എന്ന് പറയുന്നുണ്ട്, അത് എന്താണ്? ഒരു ഭിക്ഷു രൂപത്തിൻ്റെ ഉദയം അസ്തമയം ഇത് രണ്ടും അറിയുന്നില്ല. ആ ഭിക്ഷുവാണ് അജ്ഞാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഭിക്ഷു വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയുടെ ഉദയം അസ്തമയം ഇവയെക്കുറിച്ച് അറിയുന്നില്ല. അങ്ങനെയാണ് വ്യക്തി അജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്നത്. 129. ആയുഷ്മാൻ മഹാകോഠിത ആയുഷ്മാൻ സാരിപുത്രനോട് ഇങ്ങനെ പറഞ്ഞു, സാരിപുത്ത, എന്താണ് ഈ അവിദ്യ എന്ന് പറയുന്നത്? മിത്രമേ, സാധാരണ ഒരു പൊതുജനം ഇത് അറിയുന്നില്ല. അതായത് സാധാരണ ഒരു വ്യക്തി ഇങ്ങനെ അറിയുന്നില്ല. എന്താണ് ആസ്വാദനം, എന്താണ് അപകടം, എന്താണ് പുറത്തു വരാനുള്ള വഴി, അതായത് ഈ 5 സ്കന്ധങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു വരാനുള്ള വഴി എന്ന് അറിയുന്നില്ല. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. 130. ആയുഷ്മാൻ മഹാകോഠിത ആയുഷ്മാൻ സാരിപുത്രനോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ, സത്യജ്ഞാനം എന്ന് പറയുന്നു. എന്താണ് ഈ സത്യജ്ഞാനം? മിത്രമേ, ഒരു ജ്ഞാനിയായിട്ടുള്ള ആര്യശ്രാവകൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ 5 സ്കന്ധങ്ങളുടെയും ആസ്വാദനം, അപകടം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെയാണ് ട്രൂ നോളേജ് അല്ലെങ്കിൽ സത്യജ്ഞാനം എന്ന് പറയുന്നത്. 131. ആയുഷ്മാൻ മഹാകോഠിതൻ ആയുഷ്മാൻ സാരിപുത്രനോട് ഇങ്ങനെ പറഞ്ഞു, മിത്രമേ, എന്താണ് ഈ അവിദ്യ എന്ന് പറയുന്നത്? മിത്രമേ, ഒരു സാധാരണ വ്യക്തി, ആ വ്യക്തി ഈ 5 സ്കന്ധങ്ങളുടെയും ഉദയം, അസ്തമയം, ആസ്വാദനം, അപകടം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ അവിദ്യ എന്ന് വിളിക്കുന്നത്. മിത്രമേ, എന്താണ് സത്യജ്ഞാനം? മിത്രമേ, ഒരു ആര്യശ്രാവകൻ, ആ ആര്യശ്രാവകൻ ഈ 5 സ്കന്ധങ്ങളുടെയും ഉൽപ്പത്തി, അസ്തമയം, ആസ്വാദനം, അപകടം, അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് അറിയുന്നു. അതിനെയാണ് ട്രൂ നോളേജ് അല്ലെങ്കിൽ സത്യമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. 136. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറയുകയാണ്, ഈ 5 സ്കന്ധങ്ങളും കത്തിജ്വലിക്കുന്ന ഒരു കൽക്കരിയോടാണ് ഉപമിക്കുന്നത്. അത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്നാണ് പറയുന്നത്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 5 സ്കന്ധങ്ങളോടും രാഗമില്ലാതായി കഴിഞ്ഞാൽ മുക്തനാകും. അതായത് ഈ 5 സ്കന്ധങ്ങളെയും ഒരു കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൽക്കരിയെ പോലെയാണ് ഭഗവാൻ പറയുന്നത്. 137. ഭിക്ഷുക്കളെ, നിങ്ങൾ ഏതൊന്ന് അനിത്യമാണോ അനിത്യമായിട്ടുള്ള ആ കാര്യത്തിലോട് നിങ്ങൾ ചന്ദരാഗം ഉപേക്ഷിക്കണം. ഇവിടെ ഭഗവാൻ ധർമ്മം വളരെ ചുരുക്കി വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അനിത്യമായിട്ടുള്ള കാര്യം? ഈ 5 സ്കന്ധങ്ങൾ തന്നെയാണ് അനിത്യമായിട്ടുള്ള കാര്യം. അതിനോടുള്ള ചന്ദരാഗം ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ വളരെ സംക്ഷിപ്തമായിട്ടൊരു ഉപദേശമാണ് അടുത്ത ഒരു
സൂത്രത്തിലും കൊടുത്തിരിക്കുന്നത്, ഭിക്ഷുക്കളെ നിങ്ങൾ ഏതൊന്ന് അനിത്യമാണോ അതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഭിക്ഷുക്കളെ നിങ്ങൾ ഏതൊന്ന് ദുഃഖമാണോ അതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കണം. എന്താണ് ദുഃഖം? ഈ 5 സ്കന്ധങ്ങൾ തന്നെയാണ് ദുഃഖം. അതേപോലെ തന്നെ അടുത്തൊരു ഉപദേശത്തിൽ ഭഗവാൻ പറയുന്നു 143, ഭിക്ഷുക്കളെ നിങ്ങൾ ഏതൊന്ന് അനാത്മകമാണോ അതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കണം. അതായത് ഈ 5 സ്കന്ധങ്ങൾ തന്നെയാണ് അനാത്മകം. ഇത് തന്നെയാണ് അർഹന്തനാകാനുള്ള വഴി. ഇതാണ് ധർമ്മം വളരെ ചുരുക്കി വിവരിച്ചിരിക്കുന്നത്. 147, ഒരു ഭിക്ഷുവായിട്ടുള്ള വ്യക്തി ധർമ്മത്തിനനുസരിച്ച് ആ വ്യക്തി ഈ 5 സ്കന്ധങ്ങളുടെയും അനിത്യത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. അനിച്ഛാനുപസ്സി, അതായത് അനിത്യയെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ദുഃഖാനുപസ്സി, അനത്താനുപസ്സി, അതായത് ദുഃഖത്തെ അനത്തയെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. 150, ഭിക്ഷുക്കളെ എന്ത് നിലനിൽക്കുന്ന സമയത്ത്, എന്തിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഉള്ളിൽ ദുഃഖവും സുഖവും ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ ഈ 5 ഉപാദാന സ്കന്ധങ്ങളുമായിട്ട് നമ്മൾ ഉള്ളിൽ ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് നമ്മൾക്ക് സുഖവും ദുഃഖവും ഉള്ളിലുണ്ടാകുന്നത്. 151, ഭിക്ഷുക്കളെ എന്തിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഇത് എൻ്റേതാണ്, ഞാനിതാണ്, ഇതെൻ്റെ ആത്മാവാണ് എന്നുള്ള മിഥ്യാബോധം നമ്മൾക്ക് ഉണ്ടാകുന്നത്? ഭിക്ഷുക്കളെ ഈ 5 ഉപാദാന സ്കന്ധങ്ങളോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഇത് എൻ്റേതാണ്, ഇത് ഞാനാണ്, ഇതിൻ്റെ ആത്മാവാണ് എന്നുള്ള ബോധം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. 152, ഭിക്ഷുക്കളെ എന്ത് ഉണ്ടാകുന്ന സമയത്താണ്, എന്തിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഇത് എൻ്റേതാണ്, ഞാൻ ഇതിൽ നിന്നും പോയി മറ്റൊന്ന് ജനിക്കുന്നു, അപ്പോൾ ഞാൻ നിത്യനാണ്, ശാശ്വതനാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, മാറുന്നില്ല എന്നുള്ള ദൃഷ്ടി എപ്പോഴാണ് വരുന്നത്? ഭിക്ഷുക്കളെ നിങ്ങൾ ഏതൊരു സമയത്ത് ഈ 5 ഉപാദാന സ്കന്ധങ്ങളോട് ഒട്ടിപ്പിടിക്കുന്നുവോ, അതിനെ തൻ്റേത് എന്ന് കരുതുന്നുവോ, അപ്പോഴാണ് ഈ ആത്മാവിനെക്കുറിച്ചിട്ടുള്ള ബോധം അല്ലെങ്കിൽ വാദമുണ്ടാകുന്നത്. ഭിക്ഷുക്കളെ ഈ 5 സ്കന്ധങ്ങളും നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ്. ഏതൊന്ന് അനിത്യമാണ് അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ്. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ അതിനെ ഞാൻ എൻ്റെ എന്ന് കരുതാൻ സാധിക്കുമോ? ഇല്ല. 154, 62 തരം മിഥ്യാദർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സാധാരണയായിട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ ഈ സൂത്രത്തിൽ പറയുന്നുണ്ട്. ഭിക്ഷുക്കളെ എല്ലാ തരത്തിലുള്ള മിഥ്യാദർശനം എന്തുകൊണ്ട് ആണ് ഉണ്ടാകുന്നത്? ഈ 5 ഉപാദാന സ്കന്ധങ്ങളോട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് എല്ലാ തരത്തിലുള്ള മിഥ്യാദർശനങ്ങളും വാദങ്ങളും ഉണ്ടാകുന്നത്. 156, നമുക്ക് എല്ലാവർക്കും ഒരു മിഥ്യാദൃഷ്ടി ഉണ്ടാകാറുണ്ട്. ഈ ശരീരം ഞാനാണ്, ഈ മനസ്സ് ഞാനാണ്, ഈ ശരീരം എൻ്റെയാണ് എന്ന്. ഇത് സക്കായ് ദിട്ടി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ ഏത് സമയം വരെ ഈ 5 സ്കന്ധങ്ങൾ ഉണ്ടാകുന്നോ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം, അതിനോട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഈ സക്കായ് ദിട്ടി അല്ലെങ്കിൽ ഞാൻ ശരീരമാണ് എന്നുള്ള ബോധമുണ്ടാകുന്നത്. അതിനോടുള്ള ഒട്ടിപ്പിടുത്തം ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം ഞാനാണ്, എൻ്റെയാണ് എന്ന ബോധം നമുക്ക് ഇല്ലാതായിട്ട് തീരും. 159, ഒരിക്കൽ ആയുഷ്മാൻ ആനന്ദൻ ഭഗവാന്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ എനിക്ക് ധർമ്മത്തെ സംക്ഷിപ്തമായിട്ട് വിവരിച്ചു തന്നു കഴിഞ്ഞാലും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആനന്ദ, ഈ രൂപം നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ അത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ് ബന്ദേ. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ മാറുന്നതാണോ അതിനെ ഇത് എൻ്റേതാണ്, ഇത് ഞാനാണ്, ഇതെൻ്റെ ആത്മാവാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. അതേപോലെ തന്നെ ബാക്കിയുള്ള വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയെല്ലാം പറ്റിയും ഭഗവാൻ ഇതേപോലെ തന്നെ ചോദിക്കുന്നു. ആനന്ദൻ ഇതേപോലെ തന്നെ ഉത്തരം പറയുന്നു. 23 രാധാ സംയുക്ത. നമ്മൾ പലപ്പോഴും ബുദ്ധിസത്തിൽ മാര എന്ന് പറഞ്ഞ് കേട്ടിരിക്കും, മാരൻ. അപ്പോൾ പലപ്പോഴും ആൾക്കാർ അത് ഒരു അന്ധവിശ്വാസമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെയാണ് ഭഗവാൻ മാരൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, രാധ, ഏത് സമയത്ത് രൂപം ഉണ്ടോ, എവിടെ രൂപമുണ്ടോ, എപ്പോൾ രൂപമുണ്ടോ ആ സമയത്ത് മാരനുണ്ട്, കൊല്ലുന്നവനുണ്ട്, കൊല്ലപ്പെടുന്നവനും ഉണ്ട്.
അതിനാൽ രാധ രൂപത്തെ മാരനെ പോലെ കാണണം. അവനാണ് വധിക്കുന്നവൻ, അവനാണ് കൊല്ലപ്പെടുന്നവൻ. അവനെ രോഗത്തെപ്പോലെ, ഒരു മുഴയെപ്പോലെ, ഒരു അമ്പിനെ പോലെ, ഒരു ദുരിതത്തെ പോലെ കാണണം. ഇങ്ങനെ ഏതൊരു വ്യക്തി കാണുന്നുവോ ആ വ്യക്തി ശരിയായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. ഇതേപോലെ തന്നെയാണ് വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം. ഇവയെ തന്നെയാണ് മാരൻ എന്ന് പറയുന്നത്. അതിനെല്ലാം ഒരു രോഗത്തെപ്പോലെ, മുഴയെപ്പോലെ, ഒരു അമ്പിനെ പോലെ, ഒരു ദുരിതത്തെ പോലെ കാണണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അനുഭവിക്കുന്ന സംവേദന, ഇത് തന്നെയാണ് മാരൻ. ഇതിനെ ഒരു രോഗത്തെപ്പോലെ, ദുരിതത്തെപ്പോലെ, ഒരു മുഴയെപ്പോലെ, ഒരു അമ്പിനെ പോലെ കാണാനാണ് ഭഗവാൻ പറയുന്നത്. അതിനെ ഒരിക്കലും ആസ്വദിക്കാൻ പറയുന്നില്ല. ഇങ്ങനെ കാണുന്ന സമയത്ത് എന്തു പറ്റും? ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾക്ക് അതിനോട് രാഗം ഇല്ലാതാകുന്നു. രാഗം ഇല്ലാതായി കഴിഞ്ഞാൽ ആസക്തി ഇല്ലാതാകുന്നു. ആസക്തി ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾക്ക് മുക്തി ഉണ്ടാകുന്നു. മുക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നിബ്ബാണം ഉണ്ടാകുന്നു. 2. പലപ്പോഴും സത്ത എന്ന് വിളിക്കാറുണ്ട്. സത്ത എന്ന് പറയുമ്പോൾ ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു ജീവി എന്ന് വിളിക്കാറുണ്ട്. എന്തിനെയാണ് ഒരു പ്രാണി അല്ലെങ്കിൽ ജീവി എന്ന് പറയുന്നത് വിളിക്കുന്നത്? രാധ ഒരു വ്യക്തിയെ തറച്ചിരിക്കുകയാണ്. അതായത് രൂപത്തോടുള്ള ആഗ്രഹം, ആസ്വാദനം, തൃഷ്ണ ഇവയാൽ തറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പ്രാണിയെ സത്ത എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇവയോടുള്ള ആഗ്രഹം, രാഗം, തൃഷ്ണ ഇതിനെ തന്നെയാണ് സത്ത എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. 11. ആയുഷ്മാൻ രാധ ഭഗവാനോട് ചോദിച്ചു, ബന്ദേ, ആരെയാണ് നമ്മൾ മാരൻ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇത് തന്നെയാണ് മാരൻ. 13. ആയുഷ്മാൻ രാധ ഭഗവാനോട് ചോദിച്ചു, അനിത്യം എന്ന് പറയുന്നുണ്ട്. എന്താണ് അനിത്യം? അപ്പോൾ പറഞ്ഞു, രാധ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇതാണ് അനിത്യം. അതായത് വേദനയെ മാത്രമല്ല നമ്മൾ അനിത്യമായിട്ട് കാണേണ്ടത്, ഈ 5 സ്കന്ധങ്ങളെയും അനിത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പരിപൂർണരായിട്ട് മുക്തരാകുകയുള്ളൂ. ആയുഷ്മാൻ രാധ ഭഗവാനോട് ചോദിച്ചു, ബന്ദേ, എന്തിനെയാണ് നമ്മൾ ദുഃഖം എന്ന് പറയുന്നത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, രാധ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇത് തന്നെയാണ് ദുഃഖം. ഇങ്ങനെ അറിയുന്ന ഒരു വ്യക്തി അർഹന്തനായിട്ട് തീരുന്നു. 16. ബന്ദേ, എന്താണ് വേദനയുള്ള പ്രകൃതം അല്ലെങ്കിൽ പെയിൻഫുൾ നേച്ചർ എന്ന് എന്തിനെയാണ് പറയുന്നത്? രാധ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇതന്നെ ആണ് പെയിൻഫുൾ നേച്ചർ അല്ലെങ്കിൽ വേദനയുള്ള പ്രകൃതം. 17. ബന്ദേ, എന്തിനെയാണ് നമ്മൾ അനത്ത എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? രാധ, രൂപത്തെയാണ് വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇതിനെയാണ് നമ്മൾ അനിച്ച, അനത്ത എന്ന് വിളിക്കുന്നത്. അനാത്മകം എന്ന് പറയുമ്പോൾ ഞാനല്ല, എൻ്റെയല്ല. രാധ, അനാത്മകമായിട്ടുള്ള പ്രകൃതം എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഈ 5 സ്കന്ധങ്ങളെ തന്നെ ആണ്. 19. ബന്ദേ, എന്തിനെയാണ് നമ്മൾ സബ്ജക്റ്റ് ടു ഡിസ്ക്രിപ്ഷൻ അതായത് നാശമാകുന്നത് എന്ന് പറയുന്നത്? രാധ, രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം ഇതിനെ തന്നെയാണ് നമ്മൾ നാശമാകുന്ന പ്രകൃതമുള്ളത് എന്ന് പറയുന്നത്. 20. ബന്ദേ, എന്തിനെയാണ് നമ്മൾ നിരോധ ധർമ്മമായിട്ട് പറയുന്നത്? രാധ, ഈ 5 സ്കന്ധങ്ങളെ തന്നെയാണ് നിരോധധർമ്മമായിട്ട് പറയുന്നത്. അതായത് ഇത് ഇല്ലാതാകുന്ന ധർമ്മം വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 5 സ്കന്ധങ്ങൾ ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാകുന്നതാണ്. ഈ 5 സ്കന്ധങ്ങൾ നിരോധമാകുന്നതാണ്. 23. ആയുഷ്മാൻ രാധ ഭഗവാനോട് ധർമ്മത്തെ ചുരുക്കി വിവരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂത്രങ്ങളാണ്. രാധ, താങ്കൾ മാരനോടുള്ള ചന്ദരാഗം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണം. എന്താണ് മാരൻ? രൂപം, വേദന, സംജ്ഞ, സംസ്കാരം ഇത് തന്നെയാണ് മാരൻ. അതിനാൽ ഇതിനോടുള്ള ചന്ദരാഗം താങ്കൾ ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ 24 തൊട്ട് 34 വരെയുള്ള സൂത്രങ്ങളിൽ വളരെ സംക്ഷിപ്തമായിട്ട് ധർമ്മം വിവരിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാധ, താങ്കൾ മാരൻ്റെ അധീനതയിലുള്ള എല്ലാറ്റിനോടുമുള്ള ചന്ദരാഗം ഉപേക്ഷിക്കണം. അതേതാണ് 5 സ്കന്ധങ്ങൾ. ഏതെല്ലാം അനിത്യമാണോ, ഏതെല്ലാം ദുഃഖമാണോ, ഏതെല്ലാം അനാത്മകമാണോ
അതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കണം. അതെന്താണ്? ഈ 5 സ്കന്ധങ്ങൾ തന്നെയാണ്. ഏതൊന്ന് ദുഃഖകരമായിട്ടുള്ള പ്രകൃതമാണോ അതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കണം. ഏതൊന്ന് നിരോധമാകുന്നോ അസ്തമയമാകുന്നോ അതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കണം. അത് ഈ 5 സ്കന്ധങ്ങളാണ്. ഇതെല്ലാം വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശങ്ങളാണ്. ഇത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് മുക്തിക്കുള്ള വഴിയായി. ഏതൊന്ന് ഉദിക്കുന്നോ അതിനോടുള്ള ചന്തരാഗം നിങ്ങൾ ഉപേക്ഷിക്കണം. ഏതൊന്ന് അസ്തമയമാകുന്നോ അതിനുള്ള ചന്തരാഗം താങ്കൾ ഉപേക്ഷിക്കണം. അതായത് ഇതിൽ ഒരു ഉപദേശം തന്നെ നമ്മൾക്ക് മതി അർഹന്തരാകാൻ. അതായത് ഈ പഞ്ചസ്കന്ധങ്ങളുള്ള ചന്തരാഗം നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അർഹന്തനാകാനുള്ള വഴിയായി. ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾക്ക് 6 ആയതനങ്ങളോടുള്ള ചന്തരാഗം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾക്ക് അർഹന്തനാകാനുള്ള വഴിയായി. വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഉപദേശം തന്നെയാണ്. 35. രാധ, നിങ്ങൾ മാരനോടുള്ള ചന്തരാഗം പരിപൂർണമായിട്ടും ഉപേക്ഷിക്കണം. എന്താണ് മാരൻ? ഈ 5 സ്കന്ധങ്ങൾ: രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം. ഇത് തന്നെയാണ് മാരൻ. ഇതിനോടുള്ള ചന്തരാഗം ഉപേക്ഷിക്കുക. ചാപ്റ്റർ 24 ദിട്ടി സംയുക്തം. ദിട്ടി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ദർശനം, അതായത് ആത്മാവുണ്ട് ഇല്ല എന്ന് പറയുന്ന 62 തരം ദർശനങ്ങളുണ്ടല്ലോ, അതിനെയാണ് ദിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംയുക്തത്തിൽ ഭഗവാൻ പറയുന്നത് ഈ 62 തരത്തിലുള്ള ദർശനം, അതായത് ആത്മാവുണ്ട്, ആത്മാവില്ല, ഞാൻ മരിച്ച ശേഷം ജനിക്കുന്നില്ല, യാതൊരു കർമ്മങ്ങൾക്കും ഫലമില്ല എന്ന് പറയുന്ന ഈ തെറ്റായിട്ടുള്ള ദർശനങ്ങൾക്കെല്ലാം ഒരേ ഒരു കാരണമാണ് ഇവിടെ പറയുന്നത്. ഏതൊരു സമയത്ത് നമുക്ക് രൂപമുണ്ടോ, വേദനയുണ്ടോ, സന്നിയുണ്ടോ, സംസ്കാരമുണ്ടോ, വിജ്ഞാനമുണ്ടോ, അതിനോട് ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഇത്തരം എല്ലാ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ദർശനങ്ങളും ഉണ്ടാകുന്നത്. ഇനി ആ ദർശനങ്ങളിൽ നിന്ന് വെളിയിൽ വരാനുള്ള മാർഗമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, ഈ 5 സ്കന്ധങ്ങൾ നിത്യമാണോ അനിത്യമാണോ? അനിത്യമാണ്. അനിത്യമായത് ദുഃഖമാണോ സുഖമാണോ? ദുഃഖമാണ്. ഏതൊന്ന് അനിത്യമാണോ ദുഃഖമാണോ അതിനെ ഞാൻ എൻ്റെ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ എല്ലാ ദർശനങ്ങളിൽ നിന്നും നമ്മൾക്ക് വെളിയിൽ വരാൻ സാധിക്കും. 2. ബന്ധെ, എന്തുകൊണ്ടാണ് ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ്, ഇത് എൻ്റെ ആത്മാവാണ് എന്ന് പറയുന്ന ദർശനങ്ങൾ വരുന്നത്? രാധ, ഏതൊരു സമയത്ത് രൂപമുണ്ടോ, വേദനയുണ്ടോ, സഞ്ജിയുണ്ടോ, സംസ്കാരമുണ്ടോ, വിജ്ഞാനമുണ്ടോ, അതിനോട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന സമയത്താണ് ഇത് എൻ്റെയാണ്, ഇത് ഞാനാണ്, ഇത് എൻ്റെ ആത്മാവാണ് എന്ന് ഉള്ള ദർശനങ്ങൾ നമ്മൾക്ക് വരുന്നത്. ഞാനുണ്ടാകും, ഞാനുണ്ടാകില്ല, ദാനത്തിന് ഫലമില്ല, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഫലമില്ല, ശാശ്വതവാദം, നിത്യവാദം, അനാത്മവാദം, അതേപോലെ തന്നെ നിരീശ്വരവാദം, ഇതിനെല്ലാം കാരണം ഈ 5 സ്കന്ധങ്ങളോടുള്ള നമ്മളുടെ ആസക്തിയാണ്. അതാണ് ഈ ചാപ്റ്ററിൻ്റെ എല്ലാം രത്നച്ചുരുക്കം. ഞാൻ ഇതിൽ ഒരുപാട് സൂത്രങ്ങളുണ്ട്, ഞാൻ അതൊന്നും വായിക്കുന്നില്ല. അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അതായത് ബ്രഹ്മജാല സൂത്രം ദീഘനികായ 1 അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ദർശനങ്ങളും, ഇപ്പോൾ ഏതെല്ലാം മതവിഭാഗങ്ങളുണ്ടോ അവർ പറയുന്ന എല്ലാ ദർശനങ്ങൾക്കും ഉള്ള ഒരേ ഒരു കാരണം ഈ 5 ഉപാദാന സ്കന്ധങ്ങളോടുള്ള ഒട്ടിപ്പിടിക്കലാണ്. അതായത് രൂപം ഞാനാണ്, എൻ്റെയാണ്, വേദന ഞാനാണ്, എൻ്റെയാണ്, അതേപോലെ തന്നെ വിജ്ഞാനം ഞാനാണ്, എൻ്റെയാണ്, സംഖ്യ, സംസ്കാരം, ഇതെല്ലാം ഞാനാണ്, എൻ്റെയാണ് എന്ന് പറയുന്ന ഒട്ടിപ്പിടിക്കലാണ് ഈ എല്ലാ തരത്തിലുള്ള ഫിലോസഫിക്കും കാരണം. ഈ ലോകം നിത്യമാണ്, അനിത്യമാണ്, ലോകത്തിന് തുടക്കമില്ല, ഒടുക്കമില്ല, തഥാഗതൻ മരിച്ച ശേഷം ഉണ്ടാകും, ഇല്ല, ഇങ്ങനെയുള്ള എല്ലാ ദർശനത്തിനും കാരണം ഈ 5 സ്കന്ധങ്ങളോടുള്ള ആസക്തി തന്നെയാണ്. ഇതുതന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അതിനാൽ ഞാൻ ആ എല്ലാ ദർശനങ്ങളിലേക്കും പോകുന്നില്ല. ഒരുപാട് അധ്യായങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞു. അതിൻ്റെ എല്ലാം രത്നച്ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. അധ്യായം 25 ഒക്കന്തി സംയുക്ത. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. അതായത് നമ്മൾ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ശ്രോതാപണ്ണൻ ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ശ്രാവതിയിൽ ഭഗവാൻ പറഞ്ഞു, ഭിക്ഷുക്കളെ, കണ്ണ് അനിത്യമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ കാത്, മൂക്ക്, നാവ്, ശരീരം, മനസ്സ്, ഇതെല്ലാം അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസമുള്ളവനെയാണ് ശ്രദ്ധാനുസാരി എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൽ ശ്രദ്ധയുള്ള ആ വ്യക്തി ഒരു കാരണവശാലും നരകത്തിലേക്ക് പോകുന്നില്ല. ആ വ്യക്തി അധോലോകത്ത് ഒരിക്കലും പോകില്ല.
ആ വ്യക്തി തീർച്ചയായിട്ടും ശ്രോതാപന്നൻ ആകുക തന്നെ ചെയ്യും. അതായത് ആ വ്യക്തി ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല. അതുകൂടാതെ മരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി ശ്രോതാപന്നനാകുക തന്നെ ചെയ്യും. ഇതേ കാര്യത്തിനെ അല്പം കൂടി പ്രജ്ഞയോടുകൂടി ചിന്തിച്ച് മനസ്സിലാക്കിയ വ്യക്തിക്കാണ് ധമ്മാനുസാരി എന്ന് പറയുന്നത്. ആ വ്യക്തിയും അധോലോകത്തേക്ക് പോകേണ്ട ഒരു കാര്യവും ചെയ്യുകയില്ല. അതേപോലെ തന്നെ പ്രേതലോകത്തോ അസുരലോകത്തോ ഒന്നും ജനിക്കില്ല. ആ വ്യക്തിക്കും മരണത്തിന് മുമ്പ് ശ്രോതാപന്നൻ എന്ന ഫലം ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഏതൊരു വ്യക്തി ഈ ഉപദേശത്തെ അറിയുന്നുവോ കാണുന്നുവോ, അതായത് സ്വന്തം അനുഭവത്തിലൂടെ ഏതൊരു വ്യക്തി മനസ്സിലാക്കിയോ ആ വ്യക്തി ഒരു ശ്രോതാപന്നൻ തന്നെയാണ്. ആ വ്യക്തി ഒരു കാരണവശാലും നരകത്തിൽ പോവില്ല. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിർവ്വാണം ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള 6 ആയതനങ്ങളെക്കുറിച്ച് പറഞ്ഞു. കണ്ണ്, മൂക്ക്, നാവ്, ശരീരം, ചെവി, അതേപോലെ തന്നെ മനസ്സ്. ഇതെല്ലാം അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഏതൊരു വ്യക്തിക്ക് മനസ്സിലായോ ആ വ്യക്തിയാണ് ശ്രോതാപന്നൻ. അതേപോലെ തന്നെ വെളിയിലുള്ള 6 ആയതനങ്ങൾ ഉണ്ട്. അതായത് ഈ 6 ഉള്ളിലുള്ള ആയതനങ്ങളുടെ വെളിയിലുള്ള കാര്യങ്ങൾ, അതായത് രൂപം, ശബ്ദം, ഗന്ധം, രസം, സ്പർശം, മനസ്സിൻ്റെ ധർമ്മങ്ങൾ, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് നാശവാൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഏതൊരു വ്യക്തി ശ്രദ്ധയോടുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ശ്രദ്ധാനുസാരി. അതിനെ കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ധമ്മാനുസാരി. അതിനെ പൂർണ്ണമായിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ശ്രോതാപന്നൻ. നിങ്ങളൊരു ശ്രദ്ധാനുസാരിയോ ധമ്മാനുസാരിയോ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഈ ജന്മത്തിൽ തന്നെ നിർവ്വാണം ലഭിച്ച ശ്രോതാപന്നനാകും. അപ്പോൾ നിങ്ങൾ ഒരു ശ്രോതാപന്നനാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നിങ്ങളൊരു ശ്രോതാപന്നൻ തന്നെയാണ്. അതേപോലെ തന്നെ ഈ 6 വിജ്ഞാനങ്ങളുണ്ട്. ചക്ഷുവിജ്ഞാനം, സ്വാദവിജ്ഞാനം, ഗന്ധവിജ്ഞാനം, ജിഹ്വാവിജ്ഞാനം, ശരീരവിജ്ഞാനം, മനോവിജ്ഞാനം. ഈ 6 വിജ്ഞാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യമാണ്, ഇത് നശിക്കുന്നതാണ് എന്ന് ഏതൊരു വ്യക്തി മനസ്സിലാക്കുന്നുവോ ആ വ്യക്തിയാണ് ശ്രോതാപന്നൻ. ഇതിനെ ശ്രദ്ധയുടെ രൂപത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി ശ്രദ്ധാനുസാരി, കുറച്ച് മനസ്സിലാക്കിയ വ്യക്തി ധമ്മാനുസാരി. ഇവർക്കെല്ലാം തന്നെ നിബ്ബാണം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാം മനസ്സിലാക്കണമെന്നില്ല. ഉള്ളിലുള്ള 6 ആയതനങ്ങൾ അനിത്യമാണെന്ന് മനസ്സിലാക്കിയാലും മതി. അല്ലെങ്കിൽ പുറത്തുള്ള 6 വിഷയങ്ങൾ അത് അനിത്യമാണ് എന്ന് മനസ്സിലാക്കിയാലും ശരി. അല്ലെങ്കിൽ 6 വിജ്ഞാനങ്ങൾ അനിത്യമാണ് എന്ന് മനസ്സിലാക്കിയാലും ശരി. അല്ലെങ്കിൽ 6 സ്പർശങ്ങളുണ്ട്, അത് അനിത്യമാണെന്ന് മനസ്സിലാക്കിയാലും ശരി. അതായത് കണ്ണും രൂപവും തമ്മിൽ ചേരുമ്പോഴാണ് ചക്ഷുവിജ്ഞാനം ഉണ്ടാകുന്നത്. 3ൻ്റെയും സ്പർശത്തെയാണ് സ്പർശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 6 ആയതനങ്ങളുടെ സ്പർശം ഇത് അനിത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി ശ്രദ്ധാനുസാരി, ധമ്മാനുസാരി, ശ്രോതാപന്നനായി. അതേപോലെ തന്നെ നമ്മുടെ 6 വേദനകളുണ്ട്. ചക്ഷു സംഫസജ വേദന, അങ്ങനെയുള്ള 6 വേദനകൾ. ഈ 6 വേദനകളും അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നാശമുള്ളതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധാനുസാരി, ധമ്മാനുസാരി, ശ്രോതാപന്നൻ ഈ നിലകളിലെത്തിച്ചേരും. അതേപോലെ തന്നെ 6 സംജ്ഞകളുണ്ട്, സംഖ്യകൾ. ഇതും അനിത്യമാണ്, അനാത്മകമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ശ്രദ്ധാനുസാരി, ധമ്മാനുസാരി, ഒരു ശ്രോതാപന്നനായിട്ട് തീരും. അതേപോലെ തന്നെ 6 ചേതനകളുണ്ട്. ഈ ചേതനകളും അനിത്യമാണ്, ദുഃഖമാണ്, അനാത്മകമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ശ്രോതാപന്നൻ ആയിട്ട് തീരും. അതേപോലെ തന്നെ 6 തൃഷ്ണകൾ ഇത് അനിത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി ശ്രദ്ധാനുസാരി, ധമ്മാനുസാരി, ഒരു ശ്രോതാപന്നനായിട്ട് തീരും. അതായത് രൂപത്തോടുള്ള തണഹ, ഗന്ധത്തോടുള്ള തണഹ, അങ്ങനെയുള്ള 6 തൃഷ്ണകൾ. ഇനി അതേപോലെ തന്നെ ധാതുക്കൾ. ഭിക്ഷു, പൃഥ്വിധാതു അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നശിക്കുന്നതാണ്. അതേപോലെ തന്നെ ജലധാതു, അഗ്നിധാതു, വായുധാതു, ആകാശധാതു, വിജ്ഞാനധാതു ഇതെല്ലാം അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നശിക്കുന്നതാണ്. ഇങ്ങനെ ഏതൊരു വ്യക്തി മനസ്സിലാക്കിയോ ആ വ്യക്തി തന്നെയാണ് ശ്രദ്ധാനുസാരി, ധമ്മാനുസാരി, ശ്രോതാപന്നൻ. ശ്രാവസ്തിയിൽ ഭിക്ഷുക്കളെ ഈ 5 സ്കന്ധങ്ങളുണ്ട്. രൂപസ്കന്ധം, വേദനാസ്കന്ധം, സംജ്ഞാസ്കന്ധം, സംഖാരസ്കന്ധം, വിജ്ഞാനസ്കന്ധം. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു, ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഏതൊരു വ്യക്തി അറിയുന്നുവോ ആ വ്യക്തി തന്നെയാണ് ഒരു ശ്രോതാപന്നൻ അല്ലെങ്കിൽ
സദ്ധാനുസാരി, ധമ്മാനുസാരി എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും നമ്മൾ ഒരെണ്ണം മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രോതാപന്നനാകാൻ പറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു കൺഫ്യൂഷനും വേണ്ട. പക്ഷേ ഇത് എങ്ങനെ അറിയും? എല്ലാ സമയത്തും ഇതിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഇത് അനിത്യമാണ്, ദുഃഖമാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഇല്ലാതാകുന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് നമ്മൾ ശ്രോതാപന്നനായി. അടുത്ത അധ്യായം 26 ഉപ്പാദ സംയുക്ത, അതായത് ഉൽപ്പാദനം, എറൈസിങ്, അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആദ്യം 6 ഉള്ളിലുള്ള ആയതനങ്ങളുടെ ഉൽപ്പാദം, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ശരീരം, മനസ്സ്. ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ ഉൽപ്പാദനം, ഇതിൻ്റെ തുടർച്ച, ഇതിൻ്റെ ഉൽപ്പാദനം തന്നെ ആണ് ദുഃഖത്തിൻ്റെ ഉൽപ്പാദനം. അതുതന്നെയാണ് ജരാമരണങ്ങൾക്കുള്ള കാരണം. 2, അതേപോലെ തന്നെ 6 വെളിയിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. അതായത് രൂപം, ശബ്ദം, ഗന്ധം, രസം തുടങ്ങിയവ. ഇതിൻ്റെ ഉൽപ്പാദനം, അതായത് ഇതിൻ്റെ തുടക്കം തന്നെയാണ് ദുഃഖത്തിൻ്റെ, അതേപോലെ തന്നെ രോഗത്തിൻ്റെ, ജരാമരണങ്ങളുടെ തുടക്കം. വീണ്ടും ധർമ്മത്തെ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ 6 തരത്തിലുള്ള വിജ്ഞാനമുണ്ട്. അതിൻ്റെ ഉൽപ്പാദനം തന്നെയാണ് ദുഃഖത്തിൻ്റെ, ജരാമരണങ്ങളുടെ തുടക്കം. ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ 6 തരത്തിലുള്ള സ്പർശമുണ്ട്. അതിൻ്റെ ഉൽപ്പാദനം തന്നെയാണ് ഈ ദുഃഖത്തിൻ്റെ, ജരാമരണങ്ങളുടെ തുടക്കം. അതേപോലെ തന്നെ 6 തരത്തിലുള്ള വേദനകളുണ്ട്. ഇതിൻ്റെ ഉൽപ്പാദനം തന്നെയാണ് ഈ ദുഃഖത്തിൻ്റെ, അതേപോലെ തന്നെ ജരാമരണങ്ങളുടെ തുടക്കം. അതേപോലെ തന്നെ 6 തരത്തിലുള്ള സംജ്ഞയുണ്ട്, 6 തരത്തിലുള്ള ചേതനയുണ്ട്, 6 തരത്തിലുള്ള തൃഷ്ണയുണ്ട്, 6 തരത്തിലുള്ള ധാതുക്കളുണ്ട്. ഇതിൻ്റെ എല്ലാം ഉദയം തന്നെയാണ് ദുഃഖത്തിൻ്റെ ഉദയം, അതുതന്നെയാണ് ജരാമരണങ്ങളുടെ ഉദയം, തുടക്കം. ഈ 5 സ്കന്ധങ്ങളുണ്ട്. ഇതിൻ്റെ ഉദയം തന്നെയാണ് ദുഃഖത്തിൻ്റെ ഉദയം, ജരാമരണത്തിൻ്റെ ഉദയം. അതാണ് ഈ അധ്യായങ്ങളുടെ ഉള്ളടക്കം. അത് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിസ്താരമായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ സംയുക്ത നികായ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെല്ലാം പഠിക്കുക. 27 ക്ലേശ സംയുക്തം, അതായത് ക്ലേശം എന്ന് പറയുന്ന സമയത്ത് കളങ്കങ്ങൾ എന്നാണ് അർത്ഥം. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഉള്ളിലുള്ള 6 ആയതനങ്ങൾ, വെളിയുള്ള 6 ആയതനങ്ങൾ, അതിനെപ്പറ്റിയിട്ട് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് കണ്ണിനോടുള്ള ചന്തരാഗം, അത് തന്നെയാണ് മനസ്സിൻ്റെ കളങ്കം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെവി, മൂക്ക്, നാവ്, ശരീരം, മനസ്സിനോടുള്ള ചന്തരാഗം, അത് തന്നെയാണ് മനസ്സിൻ്റെ കറപ്ഷൻ, അതായത് അതിനോടുള്ള ആഗ്രഹവും ആസക്തിയും. ഇതും അർഹന്തനാകാനുള്ള വളരെ എളുപ്പത്തിലുള്ള വഴിയാണ് ഇനിയും എല്ലാം പറയുന്നത്. അതേപോലെ തന്നെ വെളിയുള്ള 6 ആയതനങ്ങൾ, അതിനോടുള്ള ചന്തരാഗം, അതുതന്നെയാണ് മനസ്സിൻ്റെ കറപ്ഷൻ. അതേപോലെ തന്നെ 6 വിജ്ഞാനങ്ങളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. അതേപോലെ തന്നെ 6 സ്പർശമുണ്ട്, അതിനോടുള്ള ചന്തരാഗം. 6 വേദനകളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. 6 സംജ്ഞകളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. 6 ചേതനകളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. അതേപോലെ തന്നെ 6 തൃഷ്ണകളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. അതുതന്നെയാണ് മനസ്സിൻ്റെ കറപ്ഷൻ അല്ലെങ്കിൽ മനസ്സിൻ്റെ മാലിന്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 6 ധാതുക്കളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. അതുപോലെ തന്നെ 5 സ്കന്ധങ്ങളുണ്ട്, അതിനോടുള്ള ചന്തരാഗം. ഇത് തന്നെയാണ് മനസ്സിൻ്റെ മാലിന്യം അല്ലെങ്കിൽ കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാറ്റിൻ്റെയും കാരണം ഈ ചന്തരാഗം ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഡിസയർ ആൻഡ് ലസ്റ്റ്, ആസക്തി, അത് തന്നെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. അധ്യായം 28 സാരിപുത്ത സംയുക്തം. ഈ ചാപ്റ്ററുകളിൽ സാരിപുത്തൻ ദിവസവും ധ്യാനത്തിലായിരുന്നു. ഓരോ ദിവസവും ഓരോ ധ്യാനത്തിലായിരുന്നു. അപ്പോൾ ഓരോ ധ്യാനം കഴിഞ്ഞും അദ്ദേഹം വെളിയിൽ വരുന്ന സമയത്ത് ഭഗവാൻ അദ്ദേഹത്തോട് പറയുന്നു, താങ്കളുടെ ഇന്ദ്രിയങ്ങൾ പ്രസന്നമാണ്, എന്താണ് താങ്കൾ ചെയ്തത് എന്ന് സാരിപുത്തനോട് ചോദിക്കുന്നു. അപ്പോൾ സാരിപുത്തൻ പറയുന്നു, ഞാൻ ഇന്ന ധ്യാനത്തിലായിരുന്നു, അതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നു. ഇത് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് വിവരിക്കുന്നത്. ഒരിക്കൽ സാരിപുത്തൻ ജേത വനത്തിലായിരുന്നു, അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ. ആ സമയത്ത് അദ്ദേഹം ഒരു ഘോര വനത്തിൽ പ്രവേശിച്ച് അതിനുശേഷം അവിടെ ധ്യാനിച്ചു. വൈകിട്ട് അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് ആയുഷ്മാൻ ആനന്ദൻ സാരിപുത്തനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, സാരിപുത്ത, താങ്കളുടെ ഇന്ദ്രിയങ്ങൾ പ്രസന്നമാണ്, താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ സാരിപുത്തൻ പറഞ്ഞു, ഞാൻ 1ാമത്തെ ധ്യാനത്തിലായിരുന്നു. അപ്പോൾ ഒരിക്കലും എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ 1ാമത്തെ ധ്യാനത്തിലേക്ക് എത്താൻ പോവുകയാണ്, ഞാൻ 1ാമത്തെ ധ്യാനത്തിൽ എത്തി, ഞാൻ 1ാമത്തെ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ആനന്ദൻ പറഞ്ഞു,
അപ്പോൾ സാരിപുത്തൻ്റെ ഞാൻ എൻ്റെ തുടങ്ങിയ ഭാവങ്ങൾ പരിപൂർണമായിട്ടും ഇല്ലാതായി, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിചാരങ്ങൾ താങ്കളിൽ വരാതിരുന്നത് എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ സാരിപുത്തനും ആനന്ദനും തമ്മിലുള്ള സംഭാഷണമാണ് ഇനിയുള്ള എല്ലാ സൂത്രങ്ങളിലും. അടുത്ത ദിവസം വീണ്ടും അതേപോലെ തന്നെ സാരിപുത്തനെ കണ്ടപ്പോൾ സാരിപുത്തൻ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ ധ്യാനത്തിലായിരുന്നു. അതേമാതിരി തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും റിപ്പീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ അനന്താകാശം, അനന്തവിജ്ഞാനം, നത്യകിഞ്ചി, നേവസഞ്ജാ നാസഞ്ജാതനം, ഈ ധ്യാനത്തിലൊക്കെ സാരിപുത്തനുണ്ടായിരുന്നു. അതിനുശേഷം അവസാനത്തെ ധ്യാനമായിട്ടുള്ള അജ്ഞാവേദീത നിരോധ എന്ന അവസ്ഥയിലും സാരിപുത്തനെത്തി. അപ്പോഴും സാരിപുത്തൻ ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. അധ്യായം 29 നാഗസംയുക്ത. ഇത് നാഗങ്ങളെക്കുറിച്ചിട്ടുള്ള കുറേ അധ്യായങ്ങളാണ്. 4 തരത്തിലുള്ള നാഗങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള അധ്യായങ്ങളാണ് ഇതെല്ലാം. അതിൽ ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. 30 സുപണ്ണ സംയുക്ത. സുപണ്ണൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ, അതും ഈ നാഗങ്ങളെ പോലെ തന്നെയാണ്. അതായത് നാഗങ്ങൾ മുട്ടയിൽ നിന്ന്, അതേപോലെ തന്നെ ഗർഭപാത്രത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഈർപ്പത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ബർത്ത്, ഈ 4 തരത്തിലാണ് നാഗങ്ങൾ ഉൽപ്പന്നമാകുന്നത്. ഈ 4 തരത്തിൽ തന്നെയാണ് സുപണ്ണന്മാരും ഉൽപ്പന്നമാകുന്നത്. അതാണ് ഈ അധ്യായങ്ങളിലും പറയുന്നത്. 31 ഗന്ധർവ സംയുക്ത. ഗന്ധർവന്മാരെ പറ്റിയുള്ള സംയുക്തങ്ങൾ. ഇതിൽ ഗന്ധർവന്മാരുടെ താമസ സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട്. ഗന്ധർവന്മാർ സുഗന്ധമുള്ള വേരിൽ താമസിക്കുന്നു, സുഗന്ധമുള്ള ത്വക്കിൽ താമസിക്കുന്നു, സുഗന്ധമുള്ള ഇലകളിൽ താമസിക്കുന്നു, സുഗന്ധമുള്ള പുഷ്പങ്ങളിൽ, സുഗന്ധമുള്ള ഫലങ്ങളിൽ, ഇവിടെയെല്ലാം താമസിക്കുന്നു. പിന്നെ അവർ ഉണ്ടാകാനുള്ള കാരണം, അവരുടെ ജന്മത്തിന് കാരണം, അതായത് ഏതെങ്കിലും വ്യക്തികൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അവർ ആ ഗന്ധർവന്മാരായിത്തീരുന്നു. ഇതൊക്കെയാണ് ഈ അധ്യായങ്ങളുടെ ഉള്ളടക്കം. ഇതിനെപ്പറ്റിയും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം ഇതെല്ലാം നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ദീർഘമായിട്ട് തീരും. 32 വളാഹക സംയുക്ത. അതായത് മേഘങ്ങളുണ്ടല്ലോ, അത് ദേവതകളോടാണ് ഉപമിക്കുന്നത്. ജലമുണ്ടാകുന്ന മേഘങ്ങൾ, അതേപോലെ തന്നെ ഇടിത്തീ ഉണ്ടാകുന്ന മേഘങ്ങൾ, അതിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ് ഈ സംയുക്തങ്ങളിലെല്ലാം. 33 വച്ചഗോത്ത സംയുക്ത. വച്ചഗോത്തനുമായിട്ടുള്ള സംഭാഷണം. ഒരിക്കൽ വച്ചഗോത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭഗവാന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ ചോദിച്ചു, ഭഗവാനെ, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ പലതരത്തിലുള്ള ദർശനങ്ങൾ വരുന്നത്, ഫിലോസഫികൾ വരുന്നത്? അതായത് ലോകം ശാശ്വതമാണ്, അശാശ്വതമാണ്, ലോകം അതിരുള്ളതാണ്, അതിരില്ലാത്തതാണ്, ഇങ്ങനെയുള്ള 62 വാദങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വച്ച, ഈ 5 സ്കന്ധങ്ങളെയും അതിൻ്റെ തുടക്കം, ഒടുക്കം, അതിനുള്ള മാർഗം അറിയാത്തത് കൊണ്ടാണ് ഈ എല്ലാ തരത്തിലുള്ള ദർശനങ്ങളും ഉണ്ടാകുന്നത്. ഇതിനെ അറിയാത്തതുകൊണ്ട്, ഇതിനെ അപഗ്രഹിക്കാത്തതുകൊണ്ട്, ഇതിനെ പരിശോധിക്കാത്തതുകൊണ്ട്, ഇതിനെ വ്യക്തമായിട്ട് കാണാത്തതുകൊണ്ട്, അതിനെ സ്വയം അറിയാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള എല്ലാ ദർശനവും ഉൽപ്പന്നമാകുന്നത്. ഇതാണ് ഈ ചാപ്റ്ററുകളുടെ എല്ലാ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇത്രയാണ്. ചാപ്റ്റർ 34 ധ്യാന സംയുക്ത. ധ്യാനങ്ങളെക്കുറിച്ചിട്ടുള്ള സംയുക്തം. ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ്. 4 തരത്തിലുള്ള ധ്യാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലർക്ക് സമാധി വളരെ എളുപ്പത്തിലുണ്ടാകും, പക്ഷേ എങ്ങനെ അത് തുറന്നു കൊണ്ടുപോകണം എന്ന് അറിയില്ല. ചിലർക്ക് സമാധിയും കിട്ടും, എങ്ങനെ തുറന്നു കൊണ്ടുപോകണം എന്ന് അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സംയുക്തത്തിലുള്ളത്. ഇത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ധ്യാനത്തിലേക്ക് എങ്ങനെ കയറാം, എങ്ങനെ നിലനിൽക്കാം, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഈ സംയുക്തങ്ങളിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഖന്ദ സംയുക്തം കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.